അപ്പൊ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ പരിപൂർണമായിട്ടും സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഷാഫിക്കെതിരെ ഒരു പ്രതിഷേധം വരാനായിട്ടുണ്ടായ കാരണം. ആ പ്രതിഷേധത്തിന്റെ നടുവിൽ കെ രമ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു ഇടപെടൽ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാൻ കൂടി ആര് തയ്യാറായി? കെ രമ തയ്യാറായി എന്നുള്ളതാണ് സത്യം. ഈ ടി.പി. ചന്ദ്രശേഖരൻ മരിക്കുന്നതിനൊക്കെ മുമ്പ്, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ടി.പി. ചന്ദ്രശേഖരനൊക്കെ പലപ്പോഴും വാർത്താ മാധ്യമങ്ങൾ, അന്ന് പ്രധാനപ്പെട്ട ചാനൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഷനാണ്, ഈ ഇന്ത്യ വിഷന്റെ ഫ്ലോറിലൊക്കെ വന്നിരുന്ന് പലപ്പോഴും അദ്ദേഹം സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, അതായത് CPM-നകത്ത് ഇവർ കലഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടതുപക്ഷവും തന്നെയാണ് നിൽക്കുക, ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസിന്റെ അടുക്കലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ടി.പി. ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്.